UGC നെറ്റ് ഇംഗ്ലീഷിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സ്റ്റൻഷനലിസം എന്ന വളരെ പ്രധാനപ്പെട്ട ലിറ്റററി തിയറി ആൻഡ് ഫിലോസഫി ടോപ്പിക്കാണ്. UGC നെറ്റ് പരീക്ഷയിൽ ലിറ്റററി തിയറി, യൂറോപ്യൻ ലിറ്ററേച്ചർ, മോഡേൺ ലിറ്ററേച്ചർ, നോവൽ, ഡ്രാമ, കോണ്ടിനെന്റൽ ഫിലോസഫി തുടങ്ങിയ പല ഭാഗങ്ങളിലും ഈ ടോപ്പിക്ക് നേരിട്ടും അല്ലാതെയും ചോദിക്കാറുണ്ട്. പക്ഷെ പല വിദ്യാർത്ഥികളും പറയുന്നൊരു കാര്യമാണ് എക്സ്റ്റൻഷനലിസം വായിച്ചു പക്ഷെ മനസ്സിലായില്ല. കാരണം ഇതൊരു സാധാരണ ലിറ്റററി മൂവ്മെന്റ് അല്ല, ഇത് മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ഫിലോസഫിയാണ്. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്റ്റൻഷനലിസം എന്നത് എങ്ങനെ രൂപപ്പെട്ടു, പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണ്, പ്രധാന ചിന്തകർ ആരൊക്കെയാണ്, സാഹിത്യത്തിൽ ഇത് എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നിവ വളരെ വ്യക്തമായി മനസ്സിലാകും. അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്താണ് എക്സ്റ്റൻഷനലിസം? ആദ്യം ഒരു ചെറിയ ചോദ്യം. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? എന്റെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? എന്റെ ഭാവി തീരുമാനിക്കുന്നത് ആരാണ്? ദൈവമാണോ, വിധിയാണോ, അതോ ഞാൻ തന്നെയാണോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഫിലോസഫിയാണ് എക്സ്റ്റൻഷനലിസം. എക്സിസ്റ്റൻസ് എന്നത് നിലനിൽപ്പ് എന്നാണ് അർത്ഥം. എക്സ്റ്റൻഷനലിസം പറയുന്നത് മനുഷ്യൻ ആദ്യം ഈ ലോകത്തിൽ ജനിക്കുന്നു, പിന്നീട് തന്റെ ജീവിതത്തിൽ അർത്ഥം അവൻ തന്നെ സൃഷ്ടിക്കുന്നു. അതായത് നമ്മുടെ ജീവിതത്തിന് മുൻകൂട്ടി എഴുതിയൊരു സ്ക്രിപ്റ്റ് ഇല്ല, നമ്മുടെ തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതം നിർമ്മിക്കുന്നത്. എക്സ്റ്റൻഷനലിസം എങ്ങനെ രൂപപ്പെട്ടു? 19-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ വലിയ മാറ്റങ്ങളാണ് നടന്നത്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, സയൻസിന്റെ വളർച്ച, റിലീജിയനിലുള്ള വിശ്വാസക്കുറവ്, പൊളിറ്റിക്കൽ റെവല്യൂഷൻസ്, ഇതെല്ലാം മനുഷ്യരുടെ ചിന്തകളെ മാറ്റി. ശേഷം ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ എന്നിവ ലോകത്തെ കൂടുതൽ തകർത്തു. ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു. മനുഷ്യർ ചോദിക്കാൻ തുടങ്ങി, ഇത്രയും ദുരിതമുണ്ടായിട്ടും ജീവിതത്തിന് അർത്ഥമുണ്ടോ? ഈ സാഹചര്യത്തിലാണ് എക്സ്റ്റൻഷനലിസം ശക്തമായ ഫിലോസഫിക്കൽ മൂവ്മെന്റായി വളരുന്നത്. എക്സ്റ്റൻഷനലിസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സൊറെൻ കിയർക്കെഗോഡ് ആണ്. ഡെൻമാർക്കുകാരനായ ഈ ചിന്തകൻ പറയുന്നത് ഓരോ വ്യക്തിയും തന്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കണം എന്നതാണ്. ഫെയ്ത്ത് എന്നത് അന്ധവിശ്വാസമല്ല, സ്വന്തം തീരുമാനത്തിലൂടെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിപരമായ അനുഭവമാണ്. അതിനാൽ കിയർക്കെഗോഡിനെ ഫാദർ ഓഫ് എക്സ്റ്റൻഷനലിസം എന്ന് വിളിക്കുന്നു. നീഷയുടെ സംഭാവന. അടുത്ത പ്രധാന ചിന്തകൻ ഫ്രെഡറിക് നീഷെ. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ വാചകം ഗോഡ് ഈസ് ഡെഡ്. ഇതിന്റെ അർത്ഥം ദൈവം യഥാർത്ഥത്തിൽ മരിച്ചു എന്നല്ല, സമൂഹം പഴയ മതമൂല്യങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. അതിനാൽ മനുഷ്യൻ സ്വന്തം മൂല്യങ്ങൾ സ്വയം സൃഷ്ടിക്കണം. എക്സ്റ്റൻഷനലിസം പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരുന്നത് ജാൻ പോൾ സാർത്രെ ആണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ആശയം എക്സിസ്റ്റൻസ് പ്രെസീഡ്സ് എസെൻസ്. ഇത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം നോക്കാം. ഒരു കാർപ്പന്റർ ഒരു ചെയർ നിർമ്മിക്കുമ്പോൾ ആദ്യം ചെയറിന്റെ പർപ്പസ് തീരുമാനിക്കും, പിന്നെയാണ് അത് നിർമ്മിക്കുന്നത്. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. ആദ്യം മനുഷ്യൻ ജനിക്കുന്നു, ശേഷം തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം സ്വയം തിരഞ്ഞെടുക്കുന്നു. അതുകൊണ്ട് നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ ഐഡന്റിറ്റി തീരുമാനിക്കപ്പെട്ടിട്ടില്ല, നമ്മുടെ തീരുമാനങ്ങളാണ് നമ്മെ രൂപപ്പെടുത്തുന്നത്. ഫ്രീഡം. എക്സ്റ്റൻഷനലിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഫ്രീഡമാണ്. ഓരോ മനുഷ്യനും സ്വതന്ത്രനാണ്, സ്വന്തം ജീവിതം തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ട്. പക്ഷേ ഫ്രീഡത്തിനോടൊപ്പം റെസ്പോൺസിബിലിറ്റിയും വരും. നിങ്ങൾ എടുത്ത തീരുമാനത്തിന് മറ്റാരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല, നിങ്ങൾ തന്നെയാണ് അതിന്റെ ഉത്തരവാദി. ചോയ്സ്. ജീവിതം മുഴുവൻ ചോയ്സസ് ആണ്. ഏത് കോഴ്സ് പഠിക്കണം, ഏത് കരിയർ തെരഞ്ഞെടുക്കണം, ആരെയാണ് വിവാഹം കഴിക്കേണ്ടത്, എവിടെയാണ് ജോലി ചെയ്യേണ്ടത്, ഈ ഓരോ തീരുമാനവും നമ്മുടെ ജീവിതത്തെ മാറ്റുന്നു. എക്സ്റ്റൻഷനലിസ്റ്റ് പറയുന്നത് ചോയ്സ് ക്രിയേറ്റ്സ് ഐഡന്റിറ്റി. ആൻസൈറ്റി. പലർക്കും തോന്നുന്നു ഫ്രീഡം കിട്ടിയാൽ സന്തോഷം മാത്രമേ ഉണ്ടാകൂ എന്ന്. പക്ഷെ എക്സ്റ്റൻഷനലിസം പറയുന്നത് അതല്ല. ഫ്രീഡം കൂടുമ്പോൾ ആൻസൈറ്റിയും കൂടും. കാരണം തെറ്റായ തീരുമാനം എടുത്താൽ, പരാജയപ്പെട്ടാൽ, തന്റെ ജീവിതം നശിച്ചാൽ, ഈ ഭയമാണ് എക്സ്റ്റൻഷണൽ ആൻസൈറ്റി. ഏലിനേഷൻ. എക്സിസ്റ്റൻഷ്യൽ ലിറ്ററേച്ചറിൽ കഥാപാത്രങ്ങൾ പലപ്പോഴും ഒറ്റപ്പെട്ടവരാണ്. 1000 ആളുകൾക്കിടയിൽ ജീവിച്ചാലും അവർക്ക് ആരുമായി ബന്ധം തോന്നില്ല. ഇതാണ് ഏലിനേഷൻ. കഫ്കയുടെ കഥാപാത്രങ്ങളിലും കമ്യൂവിന്റെ കഥാപാത്രങ്ങളിലും ബെക്കറ്റിന്റെ കഥാപാത്രങ്ങളിലും ഇത് വ്യക്തമായി കാണാം. എബ്സേർഡിറ്റി. ജീവിതത്തിൽ ചിലപ്പോൾ ഒന്നിനും അർത്ഥമില്ലെന്ന് തോന്നും. നല്ലവർക്കാണ് ദുരിതം സംഭവിക്കുന്നത്, മോശം ആളുകൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. ജീവിതം എല്ലായ്പ്പോഴും ന്യായമായിരിക്കില്ല. ഈ അവസ്ഥയെ അബ്സേർഡ് എന്ന് വിളിക്കുന്നു. ഈ ആശയം ഏറ്റവും കൂടുതൽ വികസിപ്പിച്ചത് ആൽബർട്ട് കമ്യൂ ആണ്. ഡെത്ത്. എക്സ്റ്റൻഷനലിസത്തിൽ മരണം വളരെ പ്രധാനപ്പെട്ട ആശയമാണ്. കാരണം മരണം ഉറപ്പാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ജീവിതത്തെ കൂടുതൽ വിലമതിക്കുന്നത്. അതിനാൽ മരണഭയം മനുഷ്യനെ തന്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഒത്തന്റിക് ലൈഫ്. എക്സ്റ്റൻഷനലിസം പറയുന്നത് സമൂഹം പറയുന്നത് പോലെ ജീവിക്കരുത്,
മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്ന ജീവിതം ജീവിക്കരുത്. നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം കണ്ടെത്തി അതനുസരിച്ച് ജീവിക്കണം. ഇതിനെയാണ് ഒത്തന്റിക് ലൈഫ് എന്ന് പറയുന്നത്. എക്സ്റ്റൻഷണൽ ലിറ്ററേച്ചറിൽ സാധാരണ കാണുന്ന ചില പ്രത്യേകതകൾ നോക്കാം. ഐഡന്റിറ്റി ക്രൈസിസ്, ഫ്രീഡം, ചോയ്സ്, ലോൺലിനെസ്, alienation, ആൻസൈറ്റി, ഡെത്ത്, മീനിങ്ലെസ്നെസ്, സെർച്ച് ഫോർ ഐഡന്റിറ്റി, റെസ്പോൺസിബിലിറ്റി. ഈ ഘട്ടങ്ങളിൽ പലതും ഒരുമിച്ചൊരു കൃതിയിൽ കാണാം. ഇമ്പോർട്ടന്റ് റൈറ്റേഴ്സ് ആരൊക്കെയാണ്? സർ ആൻഡ് കിയർകഗാർഡ്. ഫാദർ ഓഫ് എക്സ്റ്റൻഷനലിസം ഇസ് ഫെഡറിക് നീഷെ. ഇൻഡിവിജ്വൽ വാല്യൂസിന് പ്രാധാന്യം നൽകി മാർട്ടിൻ ഹെഡിഗർ. ബീയിങ് എന്ന ആശയം വിശദീകരിച്ചത് ജീൻ പോൾ സാർട്രെ. ആൽബർട്ട് കമ്യൂ അബ്സോർഡ് ഫിലോസഫി അവതരിപ്പിച്ചു. സൈമോൺ ഡി ബൊവെയർ എക്സ്റ്റൻഷനലിസത്തിനെ ഫെമിനിസമായി ബന്ധിപ്പിച്ചു. എക്സ്റ്റൻഷനലിസം ഇൻ ലിറ്ററേച്ചർ. ഇപ്പോൾ സാഹിത്യത്തിലെ ചില പ്രത്യേക കൃതികൾ നോക്കാം. ജാൻ പോൾ സാർട്രെ, നോ എക്സിസ്റ്റ്, പ്രശസ്തമായ വാചകം. ഹെൽ ഇസ് അതർ പീപ്പിൾ. ആൽബർട്ട് കമ്യൂ, ദ സ്ട്രേഞ്ചർ, ജീവിതത്തിന്റെ അർത്ഥശൂന്യതയും ഏലിനേഷനും അവതരിപ്പിക്കുന്ന നോവൽ. സാമുൽ ബെക്കറ്റ്, വെയിറ്റിംഗ് ഫോർ ഗോഡോത്ത്, മനുഷ്യന്റെ കാത്തിരിപ്പും അർത്ഥന്വേഷണവും അവതരിപ്പിക്കുന്ന പ്രശസ്തമായ നാടകം. ഫ്രാൻസ് കഫ്ക, ദ ട്രയൽ, വ്യക്തിയുടെ ഒറ്റപ്പെടലും അശക്തിയും അവതരിപ്പിക്കുന്ന കൃതി. UGC നെറ്റിൽ ഓർക്കേണ്ട പ്രധാന കൺസെപ്റ്റ് ആണ് ഫാദർ ഓഫ് എക്സ്റ്റൻഷനലിസം സൊറാൻ കിയർഗാർഡ്, എക്സിസ്റ്റൻസ് പ്രസീഡ്സ് എസെൻസ്, ജാൻ പോൾ സാർട്രെ, ഗോഡ് ഈസ് ഡെഡ്, ഫെഡറിക് നീഷെ, അബ്സോർഡിസം, ആൽബർട്ട് കമ്യൂ, ഒത്തന്റിക് എക്സിസ്റ്റൻസ്, ഫ്രീഡം ആൻഡ് റെസ്പോൺസിബിലിറ്റി, ചോയ്സ്, alienation, ആൻസൈറ്റി, ഡെത്ത്, സെർച്ച് ഫോർ മീനിങ്. അപ്പോൾ എക്സ്റ്റൻഷനലിസം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം എന്താണ്? ജീവിതത്തിന്റെ അർത്ഥം പുറത്തുനിന്ന് ആരും നൽകില്ല, അത് നമ്മൾ തന്നെ സൃഷ്ടിക്കണം. ഓരോ തീരുമാനവും നമ്മുടെ ജീവിതത്തെ മാറ്റുന്നു. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ജീവിതം ചിലപ്പോൾ അർത്ഥശൂന്യമായി തോന്നാം, പക്ഷേ ആ അർത്ഥം കണ്ടെത്തേണ്ടത് മറ്റാരുമല്ല, നമ്മളാണ്. അതാണ് എക്സ്റ്റൻഷനലിസത്തിന്റെ ഹൃദയം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.